കഴക്കൂട്ടത്ത് തീപാറുന്ന പോരാട്ടം, കടകംപള്ളിയെ പുലി പിടിക്കുമെന്ന് ശരത് ചന്ദ്രപ്രസാദ്, വോട്ടർമാരാണ് പുലികളെന്ന് മറുപടി. തിരുവനന്തപുരം നിയമസഭാ തിരഞ്ഞെടുപ്പ് ആവേശത്തിലമർന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാപ്പോര് മുറുകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയും വിവാദങ്ങളും പ്രധാന ചർച്ചാവിഷയമാകുന്ന മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയും മുൻ ദേവസ്വം മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി UDF സ്ഥാനാർത്ഥി ടി. ശരത് ചന്ദ്രപ്രസാദ് രംഗത്തെത്തി. അയ്യപ്പനെ പുലി പിടിക്കും. കഴക്കൂട്ടം മണ്ഡലം സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്രബിന്ദുവാണെന്നും കടകംപള്ളി സുരേന്ദ്രനെ അയ്യപ്പനെ പുലി പിടിക്കുമെന്നുമാണ് ശരത് ചന്ദ്രപ്രസാദ് പ്രതികരിച്ചത്. കഴക്കൂട്ടത്ത് ഇതിനോടകം തന്നെ പുലി ഇറങ്ങിക്കഴിഞ്ഞു. മണ്ഡലത്തിൽ ശക്തമായ മത്സരം നടക്കുന്നത് UDFും BJPയും തമ്മിലാണെന്നും LDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. KSU കാലഘട്ടം മുതൽ സജീവ രാഷ്ട്രീയത്തിലുള്ള ശരത് ചന്ദ്രപ്രസാദിന് ഇത്തവണ മണ്ഡലത്തിൽ വലിയ ജയസാധ്യതയുണ്ടെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. മറുപടിയുമായി കടകംപള്ളി. ശരത് ചന്ദ്രപ്രസാദിന്റെ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം വിലകുറഞ്ഞ പ്രസ്താവനകൾക്ക് മറുപടി നൽകാനില്ലെന്നും വോട്ടർമാരാണ് യഥാർത്ഥ പുലികൾ എന്നും അദ്ദേഹം തിരിച്ചടിച്ചു. കാഫലമുള്ള വൃക്ഷത്തിലെ എല്ലാവരും കല്ലെറിയൂ. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ പതിവാണ്. എന്നാൽ ജനങ്ങൾ ഇതിനെല്ലാം ബാലറ്റിലൂടെ മറുപടി നൽകും. ഒരുതരത്തിലുള്ള ആരോപണങ്ങളും തന്നെ ബാധിക്കില്ല, കടകംപള്ളി വ്യക്തമാക്കി. ശബരിമല കേസിലെ കോടതി നിരീക്ഷണം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഏപ്രിൽ അവസാനത്തോടെ ലഭിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം സെറ്റ് ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ മെയ് 18 വരെ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അംഗീകരിച്ചത് UDFന് ആശ്വാസമായി. കൊടിമര നിർമ്മാണത്തിൽ ക്രമക്കേടോ വിശ്വാസവഞ്ചനയോ നടന്നില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ അവസാനിപ്പിച്ചു. ആകെ ലഭിച്ച സ്വർണത്തിന്റെ അളവിൽ വ്യക്തത വന്നതോടെ LDF ഉന്നയിച്ച ചില ആരോപണങ്ങൾ പാടെ തകർന്നു വീണു. ത്രികോണ പോരാട്ടം. LDFനായി കടകംപള്ളി സുരേന്ദ്രനും UDFനായി ടി. ശരത് ചന്ദ്രപ്രസാദും KV മുരളീധരനും അണിനിരക്കുന്നതോടെ കഴക്കൂട്ടം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള ആരോപണം ഒരു വശത്ത് കത്തിനിൽക്കുമ്പോൾ ഒപ്പം വികസനവും വിശ്വാസവും ചർച്ചയാക്കി ശരത് ചന്ദ്രപ്രസാദ് അല്പം മുന്നിലാണ്.